മുനമ്പം ഇപ്പോൾ വളരെ ശക്തമായിട്ടൊരു വർഗീയവൽക്കരണ ശ്രമം ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് രാഷ്ട്രീയ ലാഭം കിട്ടുമോ എന്നാണ് നോക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 50-കൾ മുതലുള്ള പ്രശ്നമാണ്. ആ പ്രശ്നത്തിനകത്ത് നേരത്തെ കണ്ടതുപോലെ കുറച്ചു കാലം മുമ്പാണ് വഖഫ് ബോർഡ് ഒരു തീരുമാനമെടുത്തത്. അതിൽ മറ്റ് രാഷ്ട്രീയ മാനങ്ങളിലേക്കൊന്നും ഞങ്ങൾ ഈ പ്രശ്നത്തിൽ പോയിട്ടില്ല. ഞങ്ങളുടെ മുൻപിൽ ഈ പ്രശ്നം വന്നപ്പോൾ തന്നെ അവിടെ താമസിക്കുന്ന ആളുകളുടെ അവകാശം സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ MLA കത്ത് നൽകി. ഞാൻ ആ സ്ഥലം സന്ദർശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. വഖഫ് മന്ത്രിയും റവന്യൂ മന്ത്രിയും എല്ലാം പങ്കെടുത്തുകൊണ്ട് കരമടയ്ക്കുമ്പോൾ തീരുമാനമെടുത്തു. കരമടയ്ക്കുന്നതിനെതിരെ വഖഫ് സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു കേസ് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു. ഈ കേസ് 60 മുതൽ മുനിസിപ്പൽ കോടതി ഉൾപ്പെടെ നിലനിൽക്കുന്ന കേസാണ് വഖഫ് ഭൂമിയെ സംബന്ധിച്ചുള്ള തർക്കം. അതിൽ നമുക്കറിയാവുന്നതുപോലെ ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റി, ആ കമ്മിറ്റി റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിന് അടിസ്ഥാനമാക്കിക്കൊണ്ട് അന്ന് 2019 എനിക്ക് തോന്നുന്നു പാണക്കാട് നമ്മുടെ അദ്ദേഹം ചെയർമാനായിരിക്കുന്ന സന്ദർഭത്തിൽ, പാണക്കാട് റഷീദ് അലി തങ്ങൾ ചെയർമാനായിരിക്കുന്ന സന്ദർഭത്തിലാണ് എല്ലാ ഭാഗവും പരിശോധിച്ചുകൊണ്ട് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കുന്നത്. ആ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള തുടർ നടപടിയിലേക്ക് പോകുമ്പോഴാണ് നികുതി അടയ്ക്കുന്നതിനാവശ്യമായ സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് സർക്കാർ കണ്ടത്. അത് കോടതിയിൽ നിൽക്കുന്നു. ഇത് സംബന്ധിച്ച് ഞങ്ങളുടെ മുൻപിൽ വന്ന ഘട്ടത്തിൽ ഇവരെ സംരക്ഷിക്കുന്ന സമീപനം തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അത് ഏത് മതം, ഏത് ജാതി എന്ന് നോക്കിക്കൊണ്ടല്ല, ഏറെ കാലമായി ദശകങ്ങളായി അവിടെ താമസിക്കുന്നവരെ അവിടെ സംരക്ഷിക്കുക, അതാണ് സർക്കാരിന്റെ സമീപനം. ആ സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം യോഗം നിശ്ചയിച്ചിരുന്നു. എന്നാൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് മാറിയതിനെ തുടർന്ന് ആ യോഗം 28-ാം തീയതി മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറയുകയും ചെയ്തിരുന്നു, അവിടെ ഉള്ളവരെ സംരക്ഷിക്കുക എന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അത്തരം ഘട്ടത്തിൽ ആ യോഗത്തിൽ നിയമത്തിന്റെ കുരുക്കുകൾ അഴിച്ച് ഇവർക്ക് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ ചിലർ ഇതിനകത്ത് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിനും വർഗീയ ധ്രുവീകരണത്തിനുമുള്ള ശ്രമം ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതിലൊന്നും പെടാതെ ആ ഭൂമിയിലുള്ള ആളുകൾ നടത്തുന്ന പ്രതിഷേധങ്ങളെല്ലാം സ്വാഭാവികമാണ്. അവർ ഇത്രയും കാലം താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറക്കി വിടരുത്, അവർക്ക് അതിൽ അവകാശം വേണം എന്നത് വളരെ ശരിയായ നിലപാടാണ്. ഇതിനകത്ത് തന്നെ KPCC സെക്രട്ടറി ആയിരുന്ന ശ്രീ പോൾ, അദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ നമുക്ക് വഖഫ് ബോർഡിന്റെ ഉത്തരവ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. എന്നാൽ ഈ രാഷ്ട്രീയമായി അത് ലീഗിന്റെ ആള് ചെയർമാനായിരുന്നോ, KPCC സെക്രട്ടറിയാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ഇത്തരം പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെ പരാമർശിച്ചിട്ടില്ല. കാരണം ഇത് അങ്ങനെ രാഷ്ട്രീയമോ വർഗീയമോമായിട്ട് നീങ്ങേണ്ട പ്രശ്നമല്ല. അവിടെയുള്ളവരുടെ അവകാശം സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ സമീപനം. അതിൽ ഈ യോഗത്തിന്റെ ഭാഗമായി നിയമത്തിന്റെ കുരുക്കുകൾ അടിച്ച് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് സർക്കാർ ശ്രമിക്കും. നോക്കാം, മാധ്യമങ്ങൾ കണ്ടു എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം, നോക്കട്ടെ. പൊതുവെ പെരുമാറ്റച്ചട്ടങ്ങളുണ്ടല്ലോ, അതിന്റെ ലംഘനം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിനും ഒരു പെരുമാറ്റ രീതി ഉണ്ടല്ലോ. അപ്പൊ അതിലും ഞങ്ങളും പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പരസ്യം നിങ്ങളോട് പറയാൻ പാടില്ലല്ലോ, മാധ്യമങ്ങൾ പറയുന്നത്. നമുക്കിപ്പോൾ എല്ലാ തരങ്ങളിലും അറിയാലോ. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളിൽ ഗവൺമെന്റും പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ അനുസരിച്ച് ഉചിതമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് പ്രൊസീജിയർ പാലിച്ച് ആവശ്യമായ തീരുമാനമെടുക്കും. നോക്കാം, പ്രതിപക്ഷത്തിനൊക്കെ ഉന്നയിക്കാമല്ലോ, അതെല്ലാവരുടെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണല്ലോ 10 മിനിറ്റിനുള്ളിൽ വഖഫിന്റെ തീരുമാനം എടുക്കാൻ കഴിയുന്നതാണ് എന്ന് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടിയല്ലോ പറയുന്നത്. കാരണം അവരുടെ മുന്നണിയിലെ കക്ഷിയുടെ നേതാവായിരുന്ന ആള് വഖഫ് ചെയർമാനായിരിക്കുമ്പോഴാണ് ഇത് വിശദമായി പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കുന്നത്. KPCC സെക്രട്ടറിയാണ് അപ്പുറത്ത് ഭൂമി വാങ്ങിയിട്ടുള്ളത്, അത് വഖഫ് ബോർഡിൽ പരാമർശം. അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കിടക്കാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ കിടക്കാത്ത രാഷ്ട്രീയമോ വർഗീയമായിട്ടല്ല ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നമാണ് താമസിക്കുന്ന ഭൂമിയിൽ അവർ കുടിയിറക്കപ്പെടരുത്. അതിപ്പോൾ പലരും സഭാ നേതൃത്വത്തിൽപ്പെട്ടവരും അവിടെ സമരം ചെയ്യുന്നവർ, ഞാൻ സന്ദർശിച്ചപ്പോൾ MLA വഴി എല്ലാം അവർ ന്യായമായ ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ആ ആവശ്യത്തിനൊപ്പം സർക്കാർ നിൽക്കുമ്പോൾ ചിലർ രാഷ്ട്രീയമായി മുതലെടുപ്പിന് ശ്രമിക്കുന്നു, ചിലർ വർഗീയമായി മുതലെടുപ്പിന് ശ്രമിക്കുന്നു. അത്തരം മുതലെടുപ്പുകളെല്ലാം നമ്മുടെ സമൂഹം അവഗണിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.